ഹൈ മക്കളെ, അപ്പോൾ ഈ എക്സാമിനോടൊക്കെ അടുത്ത് പഠിക്കാനിരിക്കുന്ന സമയത്ത് കുട്ടികൾ പലരും പറയുന്ന ഒരു പ്രശ്നമാണ് സാർ ഫോക്കസ് കിട്ടുന്നില്ല. ഓക്കെ, വല്ലാതെ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നു എന്നുള്ള കാര്യം അല്ലേ. അപ്പോൾ ഇങ്ങനെ ഫോക്കസ് കിട്ടാതെ നമ്മളെ പഠിപ്പ് നല്ലപോലെ മുന്നോട്ട് പോകാത്തൊരു സാഹചര്യത്തിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു ടെക്നിക്ക് സാർ പറഞ്ഞുതരാം. സിമ്പിളായിട്ട് ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, നല്ല എഫക്റ്റീവാണ്. ഓക്കെ, മറ്റൊന്നുമല്ല, പോമഡോറോ ടെക്നിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. പോമഡോറോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇപ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമുക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഫോൺ പോലത്തെ കാര്യങ്ങൾ ഉണ്ടാക്കുക, അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങളൊരു ടൈം സെറ്റ് ചെയ്യുക. ഒരു 20 മിനിറ്റ്, ഒരു 25 മിനിറ്റ് ടൈം സെറ്റ് ചെയ്ത് ആ ഒരു ടൈമിൽ നന്നായിട്ട് അങ്ങോട്ട് ഇരുന്ന് പഠിക്കുക. ഓക്കെ, അതായത് സ്വയം പറയാം 25 മിനിറ്റ് ഞാൻ പഠിക്കുന്നുള്ളൂ, അത് ഞാൻ നന്നായിട്ട് പഠിക്കും. അങ്ങനെ നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തി ആ ഒരു 25 മിനിറ്റ് അങ്ങോട്ട് അടിപൊളിയായിട്ട് പഠിക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ബ്രേക്ക് എടുക്കുക. ദെൻ ഈ പോമഡോറോ ടെക്നിക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. സോ ഇങ്ങനെ ഒരു 4 തവണ, ഓക്കെ, 4 തവണ ഒരു 20-25 മിനിറ്റ് സെറ്റ് ചെയ്യുക, 5 മിനിറ്റ് ബ്രേക്ക് എടുത്തുകൊണ്ട് പഠിക്കുക. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു 25 മിനിറ്റ് നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കും. ഓക്കെ, മറ്റൊന്നുമില്ല, 25 മിനിറ്റ് പഠിക്കുന്നുള്ളൂ എന്നുള്ള ആ ഒരു മെന്റാലിറ്റിയോടെ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കും. ഓക്കെ, സോ എന്ത് ചെയ്യുക, ഒരു 4 തവണ ഈ പോമഡോറോ ടെക്നിക്ക് റിപ്പീറ്റ് ചെയ്ത ശേഷം നിങ്ങൾ എന്താക്കുക, കുറച്ച് വലിയ ഒരു ഗ്യാപ്പ് എടുക്കുക, ഒരു 10-15 മിനിറ്റ്, അരമണിക്കൂറുകളുള്ള ഗ്യാപ്പ് എടുക്കുക. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്യുക പഠിക്കാനിരിക്കുന്ന സമയത്ത്. ഇങ്ങനെ ഈ ഒരു ടെക്നിക്ക് സെറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുക, നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ഫോക്കസ് കിട്ടും, ഫോക്കസ് ചെയ്ത് പഠിക്കാനും പറ്റും. ഓക്കെ, ബൈ.